നമ്മൾ ഇന്നൊരു ചിത്രത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട്, എനിക്ക് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മനുഷ്യനാണ്. ഇതിൻ്റെ സംവിധാനം അറിയില്ല, ഛായാഗ്രഹണം, ക്യാമറ ഒന്നും തന്നെ നമുക്കറിയില്ല. സംഗീതം അറിയില്ല, താളം അറിയുമോ, ലയം അറിയുമോ, ഒന്നും അറിയില്ല. നമ്മൾ പക്ഷേ സംഗീതത്തെ പറ്റിയൊക്കെ നമ്മൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് നമ്മളായിരുന്ന സാധാരണക്കാരനൊരു മനുഷ്യൻ, അവൻ തിയേറ്ററിൽ പോയി പടം കണ്ടു. ആ പടം പോയി കണ്ടതിന് ശേഷം വന്ന് അഭിപ്രായം പറയുക നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ അഭിപ്രായം പറയുന്നത് അത് ഒരാളെങ്കിലും അത് മോശമായിട്ട്, ആ സിനിമയെപ്പറ്റി മോശമായിട്ട് ധരിക്കുകയും അനേകം പേരുടെ പ്രാർത്ഥനയുടെ ഫലവും അതുപോലെ എന്താ പറയുന്നത്, അധ്വാനത്തിൻ്റെ ഫലമെന്ന് പറയുന്ന സിനിമ. അപ്പം ആ പടത്തെപ്പറ്റി നമ്മൾ നിസ്സാരമായിട്ട്, എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് കൊണ്ട് പടം കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്ന് പറഞ്ഞ് തീർക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ വീഡിയോ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ, മറ്റു പലതും ഞാൻ പറയും. അപ്പം ഓരോ മനുഷ്യൻ്റെയും സിനിമയെപ്പറ്റിയുള്ള സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ വളരെ വലുതാണ്. അപ്പം ഞാൻ ഒരു പടം കാണാൻ പോകുമ്പോൾ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു പടം കാണാൻ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലയോ, എനിക്ക് ചിത്രവുമായി കണക്റ്റ് ആയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ വിനോദോപാധിയായിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അല്പനേരം നമുക്ക് ടെൻഷനും ഒക്കെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷനാണ്, പറഞ്ഞറിയാൻ വയ്യാത്ത ടെൻഷനാണ് ഓരോ മനുഷ്യനും. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പടത്തിന് പോകുന്നത്. അവൾ നമ്മളെ ലാഘടിപ്പിച്ച് കൊല്ലുകയോ പടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കുമായിട്ട് കൺവേ ചെയ്യാതെ പോകുമ്പോൾ നമ്മളത് പറയുന്നു എന്നേ ഉള്ളൂ. മോളിവുഡ് ടൈംസ് എന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ചിത്രം അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്ത ചിത്രമാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്നു. വളരെ പ്രതീക്ഷയോടാണ് ചിത്രം കാണാൻ പോയത്. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ളിലെ സിനിമയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഉദയനാണ് താരം എന്നുള്ള ചിത്രമാണ്. അത് നമ്മളെ അത്രമേൽ കണക്ട് ചെയ്തു. നമ്മുടെ മോഹൻലാലിൻ്റെ കഥാപാത്രവും ശ്രീനിവാസൻ്റെ കഥാപാത്രവും ഒരു സിനിമയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെയാണ് നടക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എനിക്ക് 3 വാക്കി പറയാം: ചതി, വഞ്ചന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സിനിമയ്ക്കുള്ളിൽ നടക്കുന്നതെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഈ ചിത്രത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ഒരു ഫിലിം മേക്കർ, വിനീത് മാധവ് എന്ന് പറയുന്ന പേരുള്ള ഒരു ഫിലിം മേക്കർ, അയാളുടെ ജീവിതത്തിൽ സിനിമയുമായിട്ട് എൻട്രിയുമായിട്ട് വന്നപ്പോൾ അയാളുടെ ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുടെ ഒരു ആകെത്തുകയാണ് ചിത്രം എന്ന് പറയാം. നെഫ്ലിൻ്റെ കഥാപാത്രമാണ്. നെഫ്ലിനെ ഇത്രയും നാൾ നമ്മൾ കാണാത്ത ഒരു നെഫ്ലിനെ ഇതിനകത്ത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. നെഫ്ലിൻ എന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അയാളുടെ സംഭാഷണം ഉണ്ടല്ലോ, ഒരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണം. ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണിത്. അപ്പോൾ അതിലൂടെ ഒരുപക്ഷെ അഭിനവ് എന്ന് പറയുന്ന സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥ തന്നെയാകാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില കഥകളാകാം അല്ലേ. അപ്പോൾ അതിലൂടെ കഥ പറഞ്ഞു പോകുന്നു. സംഗീത് പ്രതാപുണ്ട്, ഷറഫുദ്ദീനുണ്ട്, അങ്ങനെ മികച്ച ഒത്തിരി കഥാപാത്രങ്ങൾ വന്നു. കാമികമായിട്ട് ചില ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ ഇത്ര വേണമെങ്കിലും ആൾക്കാരെ കൊണ്ടുവരാം അല്ലേ, സ്വന്തം കഥാപാത്രമായിട്ട് തന്നെ വരാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യ പകുതിയിൽ ഞാൻ പറഞ്ഞില്ലയോ, അത്രമേൽ എന്തോ നല്ല എനിക്ക്. കാരണം പല സമയത്തും ലാഗടിക്കുന്നതായിട്ട് തോന്നി. അതുപോലെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുമ്പം എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിലൊക്കെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നെങ്കിൽ അല്പം കൂടി എഡിറ്റ് ചെയ്തൊക്കെ കുറച്ച് വരികയാണെങ്കിൽ അല്പം കൂടെ ഒക്കെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ ആവറേജിന് മുകളിൽ നിൽക്കുന്നോ എന്നുള്ളത് സംശയമാണ്. എന്നാലും ആവറേജ് നമുക്ക് കൊടുക്കാൻ പറ്റും, സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നുള്ള ഒരു രീതി. പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ മിക്കവാറും പണ്ടത്തെ നമ്മൾ പഴയ റോളുകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ അത് അങ്ങനെയുള്ളവരെ ഒരു പക്ഷേ നിരാശപ്പെടുത്തുന്ന ചിത്രമായിരിക്കും ഇത്. പിന്നെ പഴയ കാലം 80, 90, 2000 കാലത്തൊക്കെ നമ്മൾ കണ്ടുപോയ, എനിക്ക് തോന്നുന്നു കാസറ്റിൻ്റെ കാര്യം, പിന്നെ അത് CD മാറുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, കളർ TV, അങ്ങനെയൊക്കെയുള്ളൊരു
ക്യാമറയുടെ കാലം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അതൊക്കെ വളരെ രസകരമാണ്. കാരണം പഴയ കാലത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതെനിക്ക് തോന്നുന്നു പല സിനിമകളിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അന്നത്തെ കാലം. ഞാനെപ്പോഴും വിചാരിക്കും, ഞങ്ങളുടെയൊക്കെ കാലം എന്ന് പറഞ്ഞാൽ ഈ ഓലയിട്ട വര കണ്ടിട്ടുണ്ട്, ഓടിട്ട വര കണ്ടിട്ടുണ്ട്, വാർത്ത വര കണ്ടിട്ടുണ്ട്, ഈ ചാണകം തേച്ച ഈ തറ കണ്ടിട്ടുണ്ട്, സിമെൻറ്റിട്ട തറ കണ്ടിട്ടുണ്ട്, ടൈലിട്ട തറ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതും കണ്ട ഒരു തലമുറയാണ്. എനിക്ക് തോന്നുന്നു 80 കാലത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കളർ ടി വി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി എല്ലാം കണ്ട ആൾക്കാർ തന്നെ ഇല്ലേ. മൊബൈലുള്ള കാലവും മൊബൈൽ ഇല്ലാത്ത കാലം കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പടത്തെപ്പറ്റി വളരെ ദിവസങ്ങളോട് ശ്രമകരമായി എടുത്തൊരു പടത്തെപ്പറ്റി നമ്മളിങ്ങനെ വളരെ എന്തെന്നായിട്ട് പറയുന്നില്ല, എന്നാലും എനിക്ക് തോന്നുന്നു പടം ആവറേജ് നിൽക്കുന്ന ഒരു ചിത്രം. നിങ്ങൾ പോയി കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ സത്യമായിട്ടും പറയുന്നത്, പടം തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എനിക്ക് ആവറേജ് ചിത്രമായിട്ട് തോന്നി. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.